നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രഡീഷണൽ ഇഞ്ചിപ്പുളി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടി 200 ഗ്രാം ഇഞ്ചി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ശർക്കര 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 8 ടേബിൾ സ്പൂണോളം ശർക്കര ഉണ്ടാവും. 7 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. 7 പച്ചമുളക് എന്ന് പറയുമ്പോൾ ഏകദേശം 20 ഗ്രാം ഉണ്ടാവും. അതുപോലെ 10 ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചതാണ്, 1 ടീസ്പൂൺ കടുക്. പിന്നെ വേണ്ടത് വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും. ഇനി നമുക്ക് 60 ഗ്രാം വാളംപുളി എടുക്കാം. അതായത് ഒരു വലിയ ലെമൺ സൈസ് വാളംപുളി. ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചേക്കണം. എന്നിട്ട് അവസാനം നമുക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഓണാക്കി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇഞ്ചിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയാവും. ഒത്തിരി കറുത്ത് പോകാൻ അനുവദിക്കരുത്. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കായം ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഒന്ന് കുറുകി വരുന്നോടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ചാറൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.